കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിളക്കുതിരി സംഘം മഠത്തിൽ പ്രവേശിച്ചു. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ കറുത്ത പ്രേമരാജന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കൂത്തുപറമ്പ് പുറക്കളം കോട്ടയം തിരൂർകുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ മഠത്തിൽ പ്രവേശിച്ചത്. സംഘം ശനിയാഴ്ച കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. പ്രക്കൂഴം മുതലാണ് വിളക്കുതിരി സംഘം വ്രതം ആരംഭിച്ചത്. വെള്ളിയാഴ്ചയാണ് ഇവർ പുറക്കളം കോട്ടയം തിരൂർകുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ മഠത്തിൽ പ്രവേശിച്ചത്. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ കറുത്ത പ്രേമരാജൻ, കതിരൻ ഭാസ്കരൻ, തൊണ്ടൻ രാഘവൻ, ചിങ്ങൻ പ്രകാശൻ, കറുത്ത പ്രദീപൻ, കതിരൻ രതീഷ്, നിജീഷ് വട്ടോളി, നാദോരൻ ചന്ദ്രൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. വൈശാഖ മഹോത്സവത്തിന് ആവശ്യമായ വിളക്കുതിരി, കിള്ളിശീല, ഉത്തരീയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നെയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം. മഠത്തിൽ പ്രവേശിച്ചത് മുതൽ സ്വയം പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാണ് ഇവർ ചർക്കയിൽ നിന്നും നൂൽനൂറ്റ് ഉൽപ്പന്നങ്ങൾ നെയ്തെടുക്കുക. ഈ നക്ഷത്രത്തിലാണ് നമ്മൾ മഠത്തിൽ കയറുക. ഒരു പൂയ നക്ഷത്രത്തിൽ നമ്മൾ രാത്രി ഇവിടുന്ന് പോവാം. രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കാൽനടയായിട്ടാണ് ഇവിടുന്ന് രാത്രി പോവാം. അപ്പോൾ നമ്മളന്ന് എടയാർ അമ്പലത്തിലാണ് താമസിക്കുക. ഒരു 2 മണിയാകുമ്പോൾ ഏതാണ്ട് അവിടെ എത്തും. രാവിലെ ആടുന്ന് ചായയെല്ലാം കുടിച്ച് അവിടെ നേരെ പോവുക പേരാവൂർ ഗണപതി ക്ഷേത്രത്തിൽ. അവിടെയാണ് ഉച്ചക്കുള്ള കഞ്ഞി. അതും കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോവാം മണത്തന ഗോപുരത്തിലാണ് അന്ന് രാത്രി തങ്ങുക. പിറ്റേന്ന് കാലത്ത് നമ്മളവിടുന്ന് കൊട്ടിയൂർ രാവിലെ ഒരു 7-8 മണിയാകുമ്പോൾ നമ്മൾ കൊട്ടിയൂരാടി എത്തും. നമ്മളവിടെ എത്തിയാൽ മാത്രമേ ഈ നീരെഴുന്നേൽക്കുന്ന ആൾ അക്കരെ ക്ഷേത്രത്തിലേക്ക് പോകും. അതാണ് കാലാകാലങ്ങളായിട്ടുള്ള ചടങ്ങ്. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഈ കൊണ്ടുപോയ വിളക്കുതിരിയും അതുപോലെ സാധനങ്ങൾ അടിയന്തര യോഗം ചേർന്ന ശേഷം നമ്മൾ വിളിക്കുക. മണ്ണിൻ ചെട്ടേനെ വിളിക്കുക. എന്നിട്ട് നമ്മൾ ഇത് എടുത്ത് കാണാൻ കൊണ്ടിട്ട് അവരുടെ മുമ്പിൽ ഇത് ഒപ്പിച്ചിട്ട് ഇങ്ങ് വരിക. എണ്ണി തിട്ടപ്പെടുത്തും. ഇത്ര നാളുകൾ കണക്കുണ്ട്. അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അവിടെ ഏൽപ്പിക്കുക. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ 8 ആളാണ് ഇപ്രാവശ്യമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 6 ആളേനു. മഠത്തിൽ പ്രവേശിച്ച ദിവസം തൊട്ട് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന ദിവസം വരെ പാചകം ചെയ്ത ഭക്ഷണം പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് കഞ്ഞി, പുഴുക്ക്, പപ്പടം, പായസം, രാത്രിയും വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കുന്നത്. നിരവധി പേരാണ് പ്രസാദ സദ്യ കഴിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.